ഞാൻ പാസ്റ്റർ ബാബു. അമൃതാനന്ദമയ ഭക്തനായിരുന്ന ഞാൻ കർത്താവിനെ അറിയാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചുകൊണ്ട് അനേക രാജ്യങ്ങൾ യാത്ര ചെയ്യുവാനും അനേക രാജ്യങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാനും സ്വർഗത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അതിലെ ഒരു അനുഭവം വിവരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഒരു ആഫ്രിക്കൻ യാത്ര എന്നെ കിഡ്നാപ്പ് ചെയ്ത ഒരു സംഭവം ചില വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിൽ തന്നെ എങ്ങനെ വിടുവിച്ചു, എന്നെ രക്ഷപ്പെടുത്തിയ ആ സംഭവം. ആഫ്രിക്കൻ രാജ്യമായ സംഭാവയിൽ നിന്ന് ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ എയർപോർട്ടിൽ വന്നിറങ്ങുകയും ഇമിഗ്രേഷനും കസ്റ്റംസും ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പുറത്തിറങ്ങി ഇങ്ങനെ ഞാൻ എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന പാസ്റ്ററെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പോലീസ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ചോദിച്ചു. പാസ്പോർട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പം പാസ്പോർട്ട് കൈ മേടിച്ച ശേഷം അദ്ദേഹം ഫോളോ മീ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ പോവുകയാണ്. അദ്ദേഹം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാസ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യിക്കാൻ മേലാതെയായി. അദ്ദേഹത്തെ അനുസരിക്കാൻ വയ്യാതെ മേലാതെ, കാരണം പാസ്പോർട്ട് വീട്ടിലായിപ്പോയി. അപ്പം ഞാനിങ്ങനെ എങ്ങോട്ടാ പോകുന്നത് ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ഫോളോ മീ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം പോലീസ് യൂണിഫോമാണ്, പോലീസാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു 8ാമത്തെയോ 10ാമത്തെയോ നിലയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഈ പാസ്പോർട്ടിൽ പണം ഞാൻ ഓർത്തിനി ഇവരുടെ പോലീസ് ഓഫീസ് കാണും, അവിടെ കൊണ്ടുപോകായിരിക്കും, എന്തെങ്കിലും ഇമിഗ്രേഷൻ സംബന്ധമായ എന്തെങ്കിലും നോക്കാനായിരിക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം ഈ നിലയിൽ ചെന്നിട്ട് അതിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു മുറിയല്ല, ഒരു വാർക്കയുടെ കെട്ടിവെച്ചൊരു വാർക്ക പോലെ സൈഡിൽ വെട്ടിച്ചിരുന്ന അതിൻ്റെ പുറകിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പുറകിൽ നിർത്തിക്കൊണ്ട് അവിടെ ചെന്നപ്പോൾ വേറൊരു വലിയ ഭയങ്കര തടിയുള്ളൊരു പോലീസ് അവിടെ നിൽപ്പുണ്ട്. അപ്പം ഈ പാസ്പോർട്ട് അദ്ദേഹത്തിനോട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ലെറ്റ് മി സീ എന്ന് പറഞ്ഞ് ആ പാസ്പോർട്ട് എന്നെ തുറന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇത് പോലീസ് ആണെന്നാണ് എൻ്റെ വിചാരം. രണ്ടുപേരും യൂണിഫോമിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിന്ന് അദ്ദേഹം എൻ്റെ പാസ്പോർട്ട് പരിശോധിച്ച്, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനാ വന്നതെന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എയർപോർട്ടിൽ ഞാൻ ഈ ക്വസ്റ്റ്യനിലൊക്കെ ആൻസർ ചെയ്ത് ഇതിൻ്റെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ഇതെല്ലാം അവിടെ ചെയ്തിട്ടാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ ലീഗലാണ്, എനിക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് മി സീ ഒരു വിസ എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി. ഒരുപാട് വിസ എൻ്റെ പാസ്പോർട്ടിലുണ്ട്, അനേക രാജ്യങ്ങളിലെ. അപ്പോൾ അതുപോലെ നിങ്ങളെ ഒരുപാട് രാജ്യങ്ങളിൽ നീ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, നീ ആരാന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു ചെറിയ സംശയം തോന്നിയുമ്പോൾ ഇത് പോലീസല്ല, ഞാൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു സംശയം എനിക്കുണ്ടായി. പക്ഷെ എന്തോ ദൈവത്താലുള്ള ഒരു ധൈര്യമുണ്ട്. നമ്മൾ പെട്ടെന്ന് അങ്ങ് നെർവസ് ആകാതെ, നമ്മൾ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകാതെ, നമ്മൾ അങ്ങോട്ട് പാനിക്കാകാതെ, പെട്ടെന്നൊരു ഭയം വന്ന് നമ്മൾ അവരുടെ മുമ്പിൽ പേടിച്ച് വിറച്ചു പോകാത്ത ഒരു ധൈര്യം എന്തോ ദൈവാത്മാവിൽ എനിക്ക് ലഭിക്കാനിടയായിത്തീർന്ന് എനിക്ക് ശകലം പോലും ഞാൻ ഭയപ്പെട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഇത് പോലീസല്ല, ഇത് പോലീസ് വേഷത്തിൽ ഈ കിഡ്നാപ്പ് ചെയ്യുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ധൈര്യമായിട്ട് ഒരു ഉത്തരം പറഞ്ഞു, ഞാൻ പാസ്റ്ററാണ്, ഞാനിവിടെ ഒരു ചർച്ച ക്ഷണിച്ചിട്ട് വന്നതാണ്, അത് ഞാൻ ലീഗലാണ്, വിസയാണ്. അപ്പോൾ പുള്ളി നിങ്ങളുടെ ഏത് രാജ്യത്ത് ഇവിടെ നിന്ന് വരുന്നു? ഞാൻ പറഞ്ഞു, നിനക്ക് കാണാനുള്ളത് US പാസ്പോർട്ടാണ്. അതിനോ എന്നൊക്കെ പുള്ളി പറഞ്ഞു. നിന്റെ എത്ര ഡോളർ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ക്യാഷൊന്നുമില്ല, നിസ്സാരമായ $60 എൻ്റെ ഉള്ളൂ, ഞാനധികം ക്യാഷ് കൊണ്ട് നടക്കുന്ന ആളില്ല. പിന്നെ ഇവിടുത്തെ പാസ്റ്റർമാരാണ് എനിക്ക് മറ്റു ചിലവുകളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ക്യാഷ് വെച്ചിട്ടില്ല പറഞ്ഞു. അദ്ദേഹം പിന്നെ എന്നെ നോക്കിയിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പണം ഉണ്ടെങ്കിൽ ഞങ്ങളെ തന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പണമൊന്നുമില്ല, ഞാനെന്തിനും നിങ്ങൾക്ക് പണം തരണം, നിങ്ങൾ എന്നെ ഏൽപ്പിക്കേണ്ട, ഞാനൊരു ടൂറിസ്റ്റായിട്ട് രാജ്യത്ത് വന്നിരിക്കുന്നു, നിങ്ങളിവിടുത്തെ പോലീസാണ്, നിങ്ങളല്ലേ എന്നെ ഏൽപ്പിക്കേണ്ടതെന്നൊക്കെ ഞാൻ അങ്ങോട്ട്
അവരോട് വാദിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരുപാട് രാജ്യത്ത് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, ഞാനൊരു പാസ്റ്ററാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യയിലെ ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. എനിക്ക് ഭയമൊന്നുമില്ല. നിങ്ങളെന്നെ പിടിച്ചിട്ട് പോക്കൂ, നിങ്ങളെങ്ങനെ കൊണ്ടുപോകൂ. ഞാനൊരു ദൈവത്തിൻ്റെ ദാസനാണ്. പിന്നെ എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല, എനിക്കറിയാം. പിന്നെ നിങ്ങൾ എന്നിൽ നിന്ന് പണം തട്ടിയെടുക്കാനോ അങ്ങനെയൊക്കെ ആവശ്യമെങ്കിൽ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, ഞാൻ തരത്തുമില്ല. എനിക്കങ്ങനെ പേടിയില്ല. ഞാൻ നിങ്ങൾക്ക് പണം തരാൻ ആഗ്രഹിക്കുന്നില്ല, ആർക്കും ഫോൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പം എൻ്റെ എയർപോർട്ടിൻ്റെ താഴെ ഇപ്പം എന്നെ അന്വേഷിച്ചു വന്ന് കാണും, എന്നെ പിക്ക് ചെയ്യണ പാസ്റ്റർ വന്ന് കാണും, അദ്ദേഹം എന്നെ അവിടെ അന്വേഷിക്കുന്നതാവും. അതുകൊണ്ട് ദൈവം നിങ്ങളെന്നെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർ പിന്നെയും പണം എന്തെങ്കിലും തന്നേച്ച് പോകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു, എന്തെങ്കിലും താ എന്നൊരവസ്ഥയിലേക്ക്. നമ്മൾ എന്തെങ്കിലും ഞാൻ തരാൻ എന്തിനാണ് നിങ്ങൾക്ക് തരുന്നത്? നിങ്ങൾ എനിക്കല്ലേ തരേണ്ടത്, നിങ്ങൾ എന്നെ ലഭിക്കേണ്ടത്. ഞാനല്ലേ ഇവിടെ ഒരു ടൂറിസ്റ്റുകാർ, ഒരു അന്യരാജ്യത്ത് നിന്ന് ഒരാൾ നിങ്ങളുടെ രാജ്യത്ത് വരുമ്പോൾ നിങ്ങൾ അവരെയല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടത്. അത് തന്നെ നിങ്ങൾ പോലീസല്ലേ, നിങ്ങൾ എന്ത് മര്യാദയില എന്നോട് വശീകരിക്കുന്നൊക്കെ ചോദിച്ച് അങ്ങനെ കുറേ സംസാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ഞാനും ഭയപ്പെട്ടു എന്നുള്ള രീതി വന്നില്ല, എന്നവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഞാൻ ഇടപെടുവാനൊരു കൃപ ദൈവം എനിക്ക് തന്നു. അപ്പോൾ ഞാൻ പേടിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു ചിന്ത എനിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഒരു കൃപ ദൈവം എൻ്റെ മേലിട്ടു. അങ്ങനെ അവരെന്നാ ഒന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായി. പിന്നെ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി പൈസ ചോദിക്കാനോ അങ്ങനെയുള്ള എന്തൊക്കെ അവർ മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അവർ പ്ലാനൊക്കെ മാറ്റി ദൈവം രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പോലീസാന്ന് പറഞ്ഞ് ഞാൻ ഫോളോ ചെയ്താൽ, പക്ഷേ ശരിക്കും പോലീസല്ലായിരുന്നു, അവരെന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. എനിക്കത് മനസ്സിലായില്ല. അവർ പിന്നെ പാസ്പോർട്ട് തിരിച്ചു തന്നിട്ട് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. ഞാൻ എലിവേറ്ററിൻ്റെ അവിടെ ചെന്ന് കയറ്റി. ഞാൻ എലിവേറ്ററിലേക്ക് താഴോട്ടിറങ്ങി സ്വോത്രം പറഞ്ഞ് നടന്ന് തിരിച്ച് എയർപോർട്ടിൻ്റെ വാതിക്കൽ നടന്നു വന്നപ്പോഴത്തേക്ക് ആ പാസ്റ്റർ എന്നെ തപ്പി നടക്കും അവിടെ മുഴുവൻ. ആ പാസ്റ്റർ പുറകെ കണ്ടു. പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ മുഴുവൻ തപ്പ് നടന്നു. ഞാൻ പറഞ്ഞല്ല പാസ്റ്ററെ, എന്നെ പോലീസാന്ന് പറഞ്ഞ ഒരാൾ പൊക്കിക്കൊണ്ട് പോയി കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടത് വരുവാന്ന് പറഞ്ഞപ്പം അയ്യോ പാസ്റ്റർ രക്ഷപ്പെട്ടു വന്നു, ഇവിടെ ഭയങ്കര കിഡ്നാപ്പിംഗ് ഉള്ള സ്ഥലമാണ്, ഏതായാലും ഭാഗ്യം പാസ്റ്റർ രക്ഷപ്പെട്ടല്ലോ, ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചൊരു കിഡ്നാപ്പ് ചെയ്തൊരു അനുഭവം എനിക്കുണ്ടായി. ഏത് സാഹചര്യമാണേലും സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും ആ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുള്ള ഒരു ധൈര്യം നമുക്ക് ഒന്നുകൂടെ ധൈര്യം വർദ്ധിപ്പാൻ എനിക്കിടയായി തീർന്നു. അത് ഏത് സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഞാനിതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.